ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് പരാതി. പീഡനത്തിന് ഇരയായി എന്ന് കാണിച്ചാണ് യുവതി രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയത്. നേതാക്കളെ നേരിട്ട് കണ്ടു പറഞ്ഞിരുന്നെങ്കിലും ഫലമുണ്ടായില്ല എന്നും പരാതിയിൽ പറയുന്നു. അതേസമയം സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായുള്ള പരാതിയാണ് എന്ന് സി കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഗോകുൽ വി എസ് ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? എന്താണ് പരാതിയിൽ പറയുന്നത്? സംഭവം നടന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ദിവസം മുൻപാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് ഒരു മെയിലിൽ ഈ യുവതി പരാതി അയക്കുന്നത്. അതായത് സി കൃഷ്ണകുമാറിൽ നിന്ന് താൻ പീഡനത്തിനിരയായിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ തന്നെ പരാതി നൽകിയതാണ്. ബി.ജെ.പിയിലെ ഉന്നത നേതാക്കൾക്ക് പരാതി നൽകി, RSS കാര്യാലയത്തിൽ പരാതി നൽകി. പക്ഷേ കാര്യമായ നടപടിയൊന്നും സി കൃഷ്ണകുമാറിനെതിരെ സ്വീകരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് അയച്ചത്. ഇതിൽ നടപടി സ്വീകരിക്കാം, രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ്, വന്നതിന് ശേഷം പരിശോധിക്കാമെന്ന് കാണിച്ച് ഈ ഓഫീസ് തിരികെ ഒരു മെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ പരാതിയുടെ ഉള്ളടക്കത്തിൽ പറയുന്നത്. താൻ കൃഷ്ണകുമാറിൽ നിന്നും തനിക്ക് ലൈംഗികമായ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഇതിൽ പരാതി പറഞ്ഞിട്ടുണ്ട്, നടപടി എടുക്കാമെന്ന് ഉയർന്ന നേതാക്കൾ പറഞ്ഞെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെയും സി കൃഷ്ണകുമാറിനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിയുടെ ഉള്ളടക്കം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സി കൃഷ്ണകുമാറിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് തനിക്കെതിരെ മുൻപ്, കുറേ നാളുകൾക്ക് മുൻപ് വന്ന ഒരു പരാതിയാണ്, അത് സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി വന്ന പരാതിയാണ്. ഈ വിഷയത്തിൽ താൻ കുറ്റക്കാരനല്ലെന്ന് കാണിച്ചുകൊണ്ട് കോടതി തനിക്ക് അനുകൂലമായി വിധി 2023 പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്. ഏതായാലും അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് ഉണ്ട്, അദ്ദേഹം അതിൽ പ്രതികരിക്കുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 തനിക്ക് അനുകൂലമായി ഇതിൽ വിധിയുണ്ട്. ഇപ്പോൾ ഈ പരാതിക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. കാരണം ഈ പരാതി ഉന്നയിച്ചത് കുറേ നാളുകൾക്ക് മുൻപാണ്. അതിനുശേഷം ഈ വിഷയം കോടതിയിൽ വന്നു, സ്വത്ത് തർക്കമായിരുന്നു, അതിൻ്റെ ഭാഗമായി ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ തന്നെ താൻ കുറ്റവിമുക്തനായി 2023 തനിക്ക് അനുകൂലമായി വിധിയുണ്ടെന്നാണ് സി കൃഷ്ണകുമാർ നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തുവരും. ഈ പരാതിയിൽ പറയുന്നത് ഇതുവരെയും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ്.